കേസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ട്രൗസർ മനോജും അണ്ണൻ സജിത്തും ഉൾപ്പെടെ 3 പ്രധാന പ്രതികൾക്ക് 1000-ലധികം ദിവസമാണ് പരോൾ നൽകിയത്. 6 പ്രതികൾ 500 ദിവസത്തിലധികം ജയിലിന് പുറത്തായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ്, നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതികൾക്ക് എത്ര ദിവസമാണ് പരോൾ നൽകിയിട്ടുള്ളത്? സമഗ്ര വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ സഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത്. നിലവിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഈ പ്രധാന തടവുകാർക്ക്, ജയിൽ പുള്ളികളായവർക്ക് എത്ര കാലം ഇത്തരത്തിൽ പരോൾ അനുവദിച്ചു എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സഭാ സമ്മേളനത്തിൽ ചോദിക്കുന്നത്. 10/14/2024 ഈ ചോദ്യം കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം ഇത്തരത്തിലാണ്: കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഓരോ പ്രതികൾക്കും എത്ര തവണ പരോൾ അനുവദിച്ചിരുന്നുവെന്നും ഓരോ തവണയും അനുവദിച്ച പരോൾ കാലാവധി എത്രയെന്നും ഏതൊക്കെ കാരണങ്ങളാലാണ് പരോൾ അനുവദിച്ചതെന്നും ഓരോ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നാണ് ഈ ചോദ്യത്തിൽ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. TP പരോൾക്ക് 6 പ്രതികൾക്ക് 500-ലധികം ദിവസം ജയിലിന് പുറത്ത് നിൽക്കാനുള്ള 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ 1 മുതൽ 2 വർഷത്തിലധികം ഇവ 2-3 വർഷം പുറത്തു നിന്ന പ്രതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ സാധിക്കുന്നത് 500 ദിവസത്തിലധികം നിരവധി പ്രതികൾക്ക് കൊടിസുനിക്ക് പരോൾ നൽകിയത് 60 ദിവസം. ഒപ്പം തന്നെ 500 ദിവസത്തിലധികം 6 പ്രതികൾക്ക് പരോൾ അനുവദിച്ചു. പ്രധാനമായും KC രാമചന്ദ്രന് പരോൾ അനുവദിച്ചിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 940 ദിവസമാണ്. ഏകദേശം 3 വർഷം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തെ പരോൾ അനുവദിച്ചിരുന്നു. അടുത്ത പ്രതിയായി കാണിച്ചിരിക്കുന്നത് കിർമാണി ട്രൗസർ മനോജാണ്. ട്രൗസർ മനോജിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ 1068 ദിവസം. ഒപ്പം തന്നെ അണ്ണൻ സജിത്ത് പരോൾ അനുവദിച്ചിരിക്കുന്നത് 656 ദിവസം. അങ്ങനെ ഷിനോജിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് ഏകദേശം ഇതിന് സമാനമായ കണക്ക് തന്നെയാണ്. ഏകദേശം കൃത്യമായി പറഞ്ഞാൽ രേഖകളിൽ വ്യക്തമാക്കുന്നത് 782 ദിവസം. അങ്ങനെ എല്ലാ പ്രതികൾക്കും ഏകദേശം നല്ല രീതിയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് കൃത്യമായി പരോളുകൾ ലഭിക്കുന്നു. അത് പല തലങ്ങളിലാണ് പരോളുകൾ ലഭിച്ചിരിക്കുന്നത്. എമർജൻസി പരോള്, ഒപ്പം തന്നെ വീട്ടിൽ ബന്ധുക്കൾക്ക് സുഖമില്ലാതെ വരിക, കല്യാണ സംബന്ധമായ കാര്യങ്ങൾക്ക് ബന്ധുക്കളുടെ കല്യാണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരോളുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും അവസാനം എടുത്തു പറയാൻ കഴിയുന്നത് അണ്ണൻ സജിത്ത് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് റഫീഖ് എന്ന് പറയുന്ന ഒരു കുറ്റവാളിയുണ്ട്. അത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടതാണ്. അയാൾക്ക് 782 ദിവസം പരോൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ പിണറായി സർക്കാരുമായി ഒത്തുനിൽക്കുന്ന അല്ലെങ്കിൽ CPM വാടക ഗുണ്ടകൾ അല്ലെങ്കിൽ CPM-ന്റെ ഒരു കാലഘട്ടത്ത് അവരുടെ സജീവ പ്രവർത്തകരായിരുന്ന എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും തന്നെ കൃത്യമായി പരോൾ അനുവദിക്കാൻ പിണറായി സർക്കാർ അനധികൃതമായി ഇടപെട്ടു എന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ വരുന്നതിലൂടെ നമുക്ക് പുറത്തു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 വർഷത്തിലധികം പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ പ്രതികൾക്കും പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ പിണറായി സർക്കാർ നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് സുഖവാസം ഒരുക്കി എന്ന ആക്ഷേപം തന്നെയാണ് പുറത്തു വരുന്നത്. 14/10/2024 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എത്ര ദിവസം പരോൾ നൽകി എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക്, സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത്. അത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ, പ്രത്യേകിച്ച് ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി പരിശോധിച്ചിരുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന, അതായത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിയമസഭയിൽ മറുപടി പറയേണ്ടതില്ലാത്ത രേഖാമൂലം ഉള്ള മറുപടി, ആ രേഖാമൂലമുള്ള മറുപടി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിരുന്നില്ല. ഒക്ടോബറിലാണ് ഇത്തരത്തിൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിലും പരോൾ അനുവദിക്കപ്പെട്ടതായിട്ട് അറിയാമോ?
തീർച്ചയായിട്ടും ഇതിനിടയിൽ അതിനുശേഷവും പരോളുകൾ അനുവദിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ജയിൽ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായിരുന്നാലും ഇടത് സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ വഴിവിട്ട ഇടപെടലുകൾ ജയിലുകൾക്കുള്ളിൽ നടത്തുന്നു എന്ന ആക്ഷേപങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസുകളിലെ പ്രതികൾക്ക് സുഖവാസം അനുഭവിക്കാനുള്ള സൗകര്യങ്ങൾ ജയിലിനുള്ളിൽ പോലും സർക്കാർ രൂപീകരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി മാത്രവുമല്ല വിനീഷ്, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിലടക്കമുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ 1000-ലധികം ദിവസം പരോളിൽ ഇറങ്ങിയ പ്രതികളുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണപ്പെട്ട കുഞ്ഞനന്തനടക്കം സാധാരണ അവധിയായി 205 ദിവസത്തെ അവധി നേരത്തെ നൽകിയിരുന്നു. 14 തവണയായാണ് 205 ദിവസത്തെ അവധി നൽകിയിരുന്നത്. അടിയന്തര അവധിയായി 122 ദിവസത്തെ അവധി 9 തവണയായി നൽകിയിരുന്നു. നമുക്കറിയാം കുഞ്ഞനന്തൻ മരണപ്പെട്ടിരിക്കുകയാണ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവർക്കെല്ലാവർക്കും വഴിവിട്ട സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഈ ഒരു നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നത്. എന്തായിരുന്നാലും പല ഘട്ടങ്ങളിലും ജയിൽ വകുപ്പിനോട് നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലായി വിവരാവകാശ പ്രകാരം ഇത്തരം ക്വസ്റ്റ്യനുകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ വിവരങ്ങൾ പുറത്തു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് കൃത്യമായ വിവരങ്ങൾ നൽകാത്ത ഒരു സാഹചര്യം ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും കൂടുതൽ വിവരങ്ങൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിണറായി സർക്കാർ സഹായിക്കുന്നു, അവർക്ക് അനധികൃതമായി പരോൾ നൽകുന്നു, നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരോൾ നൽകിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. സഭയിൽ ഇത്തരം ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ മറുപടി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അത് രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് കണ്ട് തന്നെ അത് കൃത്യമായ രേഖകൾ തന്നെയാണ് സഭയിൽ ഉന്നയിച്ച വിഷയമായതുകൊണ്ട് അത് സർക്കാരിന് ഇനി ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള പരോളുകൾ അനുവദിച്ചതിന് പിന്നിൽ ഗുരുതരമായ വീഴ്ച പിണറായി സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു. ജയിൽ വകുപ്പും പിണറായി സർക്കാരും നേരിട്ട് ഇടപെട്ടുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കും ഒപ്പം തന്നെ മറ്റു CPM അനുഭാവികളായ പ്രതികൾക്കും ഇത്തരത്തിൽ പരോളുകൾ അനധികൃതമായി നൽകുന്നു എന്ന ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിനീഷ്, സംസ്ഥാനത്തെ തടവറകൾ ഭരിക്കുന്നത് CPM കുറ്റവാളികളാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾ. കൊടിസുനിക്ക് ഈ ലിസ്റ്റ് അനുസരിച്ച് ആകെ 60 ദിവസത്തെ പരോൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. പക്ഷേ ഈ ജയിലിൽ കിടന്നുകൊണ്ട് പുറത്ത് ഓപ്പറേഷനുകൾ നടത്തുന്ന കൊടിസുനിയുടെ വാർത്തകൾ എത്രയോ തവണ മാധ്യമങ്ങളിൽ വന്നതാണ്. അങ്ങനെ കൊടിസുനിക്ക് ജയിലിൽ എല്ലാവിധ ആഡംബരവും സൗകര്യവും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം ഇവർക്ക് ഊർജം പകരുന്ന സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്? തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രധാന സൂചനകൾ അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ സഭാരേഖകളായി പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ TP ചന്ദ്രശേഖരന്റെ ഭാര്യ പല ഘട്ടങ്ങളായി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. സർക്കാർ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു, അവർക്ക് സുഖവാസത്തിനുള്ള സൗകര്യമാണ് ജയിലുകളിൽ ഒരുക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ സഭാരേഖകൾ എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പല ഘട്ടങ്ങളിലും ജയിലുകൾക്കുള്ളിൽ പല പരിശോധനകൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്ന് മറ്റു ഫോണുകൾ അടക്കമുള്ളവ പല ഘട്ടങ്ങളിലായി പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് സർക്കാർ അനുകൂല ഉദ്യോഗസ്ഥരാണ് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, ജയിൽ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു. ആ സമയത്ത് ഒരു കോലാഹലങ്ങൾ ഉണ്ടായി, ഇത്തരം ചർച്ചകൾ ഉണ്ടായതിനു ശേഷം വീണ്ടും ഇവർക്ക് സുഖവാസത്തിനുള്ള സൗകര്യം സർക്കാർ പല ഘട്ടങ്ങളിലായി ഒരുക്കുന്നു. പല വിവിധമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോളുകൾ അനുവദിക്കുന്നു. അങ്ങനെ ഇവർ ജയിൽവാസം അനുഭവിച്ചതിന് കൂടുതൽ സമയം അവർ ജയിലിന് പുറത്ത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോളിലായിരുന്നു. അതിൽ സർക്കാരിന്റെ വഴിവിട്ട ഇടപെടലുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1000-ലധികം ദിവസം, ഏകദേശം 3 വർഷത്തിൽ ഇത് അധികം ദിവസം
ഇവർ പരോളിൽ പുറത്തു നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു. പ്രാദേശിക തലത്തിൽ ഇവരെത്തി അവിടെ തന്നെ മറ്റു ഗുണ്ടാ സംഘങ്ങളെ ഇടപെടലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. മറ്റു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊക്കെ ഇവർ പോകാനായി സർക്കാർ തന്നെ സൗകര്യമൊരുക്കുന്നു എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾക്ക്, പ്രതിപക്ഷ ആക്ഷേപങ്ങൾക്ക് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സഭാരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഏകദേശം 1000-ലധികം ദിവസം പുറത്തു നിൽക്കാനുള്ള അവസരം പരോളിന്റെ അടിസ്ഥാനത്തിൽ പല കാരണങ്ങൾ കാണിച്ച് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീലിമ. വിനീഷ്, ഒരു അല്പം നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ പി കെ കുഞ്ഞനന്ദൻ്റെ കാര്യം എടുക്കുക. പി കെ കുഞ്ഞനന്ദൻ ജയിലിന് പുറത്ത് വന്നപ്പോഴൊക്കെ നൽകിയ സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. 327 ദിവസമാണ് പരോൾ അനുവദിച്ചത്. മാർച്ച് 30-ന് ഏറ്റവും ഒടുവിൽ പരോളിൽ ഇറങ്ങുകയാണ്, ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. അങ്ങനെ ജാമ്യത്തിലിരിക്കെ ജൂൺ 11-ന് കുഞ്ഞനന്ദൻ മരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ 327 ദിവസം അദ്ദേഹം പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരാൾ KC രാമചന്ദ്രനാണ്. CPM-ന്റെ സമുന്നത നേതാവാണ്, ഏരിയ സെക്രട്ടറി ആയിരുന്നു. 28 തവണയായി 1081 ദിവസമാണ് പരോൾ അനുവദിച്ചത്. ഇങ്ങനെ ഈ CPM-നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എന്ന് പറയുന്നത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ ഇവർ ശിക്ഷ എന്തെന്ന് അറിഞ്ഞിട്ടില്ല. 1000 ദിവസത്തിലധികമൊക്കെ പലതവണയായി പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ വാരിക്കോരി പരോൾ അനുവദിക്കുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറുകയല്ലേ ഉണ്ടായത്? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ 1000-ലധികം ദിവസം പുറത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ പരോൾ അടിസ്ഥാനത്തിൽ പുറത്തു നിൽക്കുന്നു എന്നത് നിയമവിരുദ്ധമായ കാര്യം എന്നതിൽ സംശയമില്ല. നമുക്ക് കുഞ്ഞനന്ദന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണ അവധിയായി കുഞ്ഞനന്ദൻ എടുത്തിരിക്കുന്നത് 205 ദിവസമാണ്. അത് 14 തവണയായി. പിന്നെ അടിയന്തര അവധിയായി കുഞ്ഞനന്ദൻ എടുത്തിരിക്കുന്നത് 122 ദിവസമാണ്, 9 തവണയായി. അതിനുശേഷം 30/3/2020 3 മാസത്തെ ഇടക്കാല ജാമ്യത്തിൽ കുഞ്ഞനന്ദനെ വിടുന്നു. ഈ കാലയളവിലാണ്, ജാമ്യത്തിലിരിക്കെയാണ് 11/6/2020 കുഞ്ഞനന്ദൻ മരിക്കുന്നത്. അതും ശ്രദ്ധിക്കാം, 3 മാസം തുടർച്ചയായി ഒരേ തരത്തിൽ ജാമ്യം അനുവദിക്കുന്നു. ആ ജാമ്യം ലഭിക്കുന്ന കാലഘട്ടത്തിലാണ് കുഞ്ഞനന്ദൻ മരണപ്പെടുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു പ്രതികൾക്കും ഇത്തരത്തിൽ സർക്കാർ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, അനധികൃതമായി പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പരോൾ കാലാവധി ഒരു ഘട്ടം കഴിഞ്ഞ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ മൂലം പ്രതികൾക്ക് സുഖവാസത്തിനുള്ള കേന്ദ്രമായി ജയിലിനെ മാറ്റുകയും ഒരു ഇടക്കാല സുഖത്തിന്റെ തലത്തിലേക്ക് നാട്ടിലേക്ക് വിടുകയും, അങ്ങനെ വലിയ രീതിയിൽ പ്രതികൾ എന്നതിനപ്പുറം ഇവർക്ക് സുഖവാസം നൽകുന്ന കേന്ദ്രമായി ജയിലുകളെ മാറ്റുന്ന തരത്തിലേക്ക് സർക്കാർ ഈ പ്രതികൾക്ക് സൗകര്യം ഒരുക്കി എന്നതാണ്. അതായത് വിനീഷ്, ഇവർക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് തിരഞ്ഞെടുക്കാം, അവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകുകയാണ്, മൊബൈൽ ഫോണുകൾ നൽകുകയാണ്. ഈ കൊടും കുറ്റവാളികൾ ജയിലിൽ ഇരുന്നതുകൊണ്ട് എത്രയോ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ കൊടിസുനിയൊക്കെ ഇത്തരത്തിൽ വലിയ ഓപ്പറേഷന്റെ ആളായിരുന്നു. ഈ ജയിലിനകത്ത് നിൽക്കുമ്പോഴും കൊടിസുനിക്കെതിരെ ശബ്ദിക്കാൻ പോലും ജയിൽ ഓഫീസർമാർക്ക് യാതൊരുവിധ ധൈര്യവും കാണില്ലല്ലോ. തീർച്ചയായിട്ടും, കാരണം കൊടിസുനി ഏത് ബ്ലോക്കാണോ ആവശ്യപ്പെടുന്നത് ആ ബ്ലോക്കിൽ കൃത്യമായി തന്നെ കൊടിസുനിയെ താമസിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും. ഏത് റൂമാണോ ആവശ്യപ്പെടുന്നത് ആ റൂം നൽകും. അതൊക്കെ സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ്. കൊടിസുനി എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗം എന്നാണ് ജയിലിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി കൊടിസുനിയുടെ കയ്യിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനകളൊക്കെ നടത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും മൊബൈൽ ഫോൺ കൊടിസുനിയുടെ കയ്യിലൊക്കെ എത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്തതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കൊടിസുനി ആരെയാണോ ഇഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥർ, CPM അനുഭാവികളായ ഉദ്യോഗസ്ഥർ മാത്രമേ ആ ബ്ലോക്കിൽ ചുമതലക്കാരായി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയും കൂടി കൊടിസുനിക്കുണ്ട്. അത് കൃത്യമായി തന്നെ അത്തരം ആ നിബന്ധനകൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്, പിണറായി സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൊടും കുറ്റവാളികളായ ഓരോരുത്തർക്കും കൃത്യമായ സൗകര്യമൊരുക്കുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ ചെയ്തത് എന്ന
എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവുകളും രേഖകളും തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം പ്രത്യുപകാരമായി സർക്കാർ ഇവർക്കെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി എന്നത് തന്നെയാണ് ഈ കണക്കുകൾ സംബന്ധിച്ച് നമുക്ക് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രം 3 വർഷത്തിലധികം ഓരോ പ്രതികൾക്കും, കൃത്യമായി പറഞ്ഞാൽ 3 വർഷത്തിലധികം ഓരോ പ്രതികൾക്കും പരോളുകൾ അനുവദിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഇടപെടലുണ്ട്. സർക്കാർ തലത്തിലെ ഇടപെടൽ തന്നെയാണ്, ഉന്നത CPM നേതാക്കളുടെ ഇടപെടൽ തന്നെയാണ് ഈ പരോളുകൾ ഈ കൊടും കുറ്റവാളികൾക്ക് ലഭിക്കാനുണ്ടായ കാരണം. പക്ഷേ ഇതിനെല്ലാം സർക്കാർ ഒരു നിയമവ്യവസ്ഥ എന്ന രീതിയിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല. TP കേസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ട്രൗസർ മനോജും അണ്ണൻ സജിത്തും ഉൾപ്പെടെ 3 പ്രധാന പ്രതികൾക്ക് 1000 ദിവസത്തിലധികമാണ് പരോൾ നൽകിയത്. 6 പ്രതികൾ 500 ദിവസത്തിലധികം ജയിലിന് പുറത്തായിരുന്നു. സമഗ്ര വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് പങ്കുവച്ചത്.